ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ചിക്കൻ പാർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ, അതായത് മലബാർ ഏരിയയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് കറി വെക്കുന്നതെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിലെ ചില ഭാഗങ്ങൾക്ക് വേവ് കൂടുതലാണ്. ചുമക്ക്, അതുപോലെ ഹാർട്ടൊക്കെ ആദ്യം നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് ഇത്രയും പെരുംജീരകം ഇട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരണം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുക്കറിലുള്ള കഷ്ണങ്ങൾക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതോടെ നോക്കിയിട്ടാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. ഇനി ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കഷ്ണങ്ങളിൽ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. കുക്കറിലുള്ള കഷ്ണങ്ങൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എഗ്സ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചാറ് നന്നായിട്ട് കുറുകി വരണം. കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നതാണ് നമ്മളുടെ പാകം. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക. ഈ കറിക്ക് എപ്പോഴും കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്.
തന്നെ ഒന്നോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയോടെ ഇതിന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ അതുപോലെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.